റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ചിക്കൻ നൂഡിൽസ് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണേ. വീഡിയോ ഫുള്ളായി ഒന്ന് കാണാൻ ശ്രമിക്കണേ. ചിക്കൻ നൂഡിൽസിനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/4 കിലോ എല്ലില്ലാത്ത ചിക്കനാണ്. ഇനി നിങ്ങൾക്ക് ചിക്കൻ്റെ അളവ് കൂട്ടുന്നതോ കുറയ്ക്കുന്നതോ അത് നിങ്ങളെ ഇഷ്ടം പോലെ ഉണ്ടായിക്കോളൂ. എന്തായാലും ടേസ്റ്റ് കൂടാൻ കുറച്ച് ചിക്കനും മുട്ടയെല്ലാം അധികം തന്നെ ചേർക്കേണ്ടി വരും. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കനിലേക്ക് 1 സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവില്ലാത്ത മുളകാണ് ചേർത്ത് കൊടുത്തത്. എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് മസാലയൊക്കെ പിടിക്കാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. കൂടുതൽ സമയമൊന്നും റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ഇത് വറുത്ത് കോരിയെടുക്കേണ്ടതാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. ചിക്കനൊക്കെ നല്ലവണ്ണം നമുക്ക് കുഴച്ചെടുത്ത് കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു പാൻ വെച്ച് ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിലൊക്കെ നല്ലവണ്ണം ചൂടായി വന്നാൽ നമുക്ക് മിക്സ് ചെയ്ത് വെച്ച് ചിക്കൻ നല്ലവണ്ണം വറുത്ത് കോരിയെടുക്കണേ. ഇതിൽ മസാലേൻ്റെയും ഉപ്പിൻ്റെയും വെള്ളത്തിൻ്റെ എല്ലാം അംശമുള്ളത് കൊണ്ട് തന്നെ കുറച്ച് സമയം പിടിക്കുക. ഇത് പൊരിഞ്ഞ് വരാൻ കുറച്ച് ക്ഷമയോടെ ചെയ്യേണ്ട കാര്യമാണിത്. ചിക്കൻ നല്ലവണ്ണം പൊരിഞ്ഞ് വന്നാലേ നൂഡിൽസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണ്. ചിക്കനൊക്കെ റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് പച്ചക്കറി അരിഞ്ഞിടാം. നമ്മൾ 1/4 കിലോ ചിക്കന് 2 ക്യാരറ്റും 2 ക്യാപ്സിക്കുമാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ശരിയായ അളവ്. ഇതേ അളവിൽ ഉണ്ടാക്കിയപ്പോഴാണ് നമുക്ക് കറക്റ്റ് മസാലയും നൂഡിൽസും എല്ലാം കറക്റ്റ് അളവിൽ കിട്ടിയത്. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. ക്യാരറ്റും ക്യാപ്സിക്കവും നീളത്തിൽ വളരെ നേരിയ രീതിയിൽ അരിഞ്ഞിടണേ. എന്നാലേ കാണാൻ നല്ല ഭംഗിയുണ്ടാവും നൂഡിൽസിന്. ഇടയ്ക്ക് നമ്മൾ ചിക്കനൊക്കെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണേ. അതിൽ കുറച്ച് വെള്ളമുണ്ട്. വെള്ളം നല്ലവണ്ണം വറ്റി വരണം. വളരെ ചെറിയ രീതിയിൽ അരിഞ്ഞത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചിക്കൻ വെന്ത് കിട്ടും. എന്നാലും അത് നല്ലവണ്ണം പൊരിഞ്ഞ് വരണം. നിങ്ങൾ ഇതുവരെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതൊക്കെ ഒരു സൺഡേ സ്പെഷ്യലാക്കാൻ പറ്റും. കാരണം കുട്ടികളൊക്കെ നമ്മളെ വീട്ടിലുണ്ടാകുമല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം ഫ്രൈഡ് റൈസ്, നൂഡിൽസ് ഇങ്ങനെയുള്ള ഭക്ഷണത്തോടാണല്ലോ കൂടുതൽ താല്പര്യം. അത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ. റെസ്റ്റോറൻറ്റിൽ പോയി എപ്പോഴും കഴിക്കണമെന്നൊന്നുമില്ല. അതേ രുചിയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ ചിക്കനെല്ലാം നല്ലവണ്ണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ലവണ്ണം തെളിഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് മുരിയട്ടെ. ഇപ്പോൾ ചിക്കനൊക്കെ നല്ലവണ്ണം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 5 മുട്ടയാണ്. 5 മുട്ട ആ പാത്രത്തിൽ തന്നെ നമുക്ക് നല്ലവണ്ണം വറുത്ത് കോരിയെടുക്കണം. നമ്മൾ 1 കിലോ നൂഡിൽസും കുറച്ച് നൂഡിൽസും കൂടി, അതായത് 1 കിലോനും 1/4 കിലോനും കൂടി ഉണ്ടാവും. അത്രയും നൂഡിൽസിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ക്യാരറ്റ്, 2 ക്യാപ്സിക്കം, 1/4 കിലോ ചിക്കൻ, 5 മുട്ട. ഇതാണ് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ്. നല്ലവണ്ണം 5 6 പേർക്ക് നല്ലവണ്ണം വയറ് നിറയെ കഴിക്കാൻ പറ്റും. പുറത്തുനിന്ന് നമ്മൾ കഴിക്കുമ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ചേർത്തിട്ടുണ്ടാകുക എന്നൊന്നും നമുക്കറിയില്ലല്ലോ. നമുക്കെല്ലാം തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ നല്ല വൃത്തിയിലും നമ്മളേതായ രുചിയിലും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. അങ്ങനെ നമ്മളെ മുട്ടയൊക്കെ നല്ലവണ്ണം വറുത്ത് കോരി മാറ്റി വെക്കണേ. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ല രാത്രിയത്തെ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഉച്ചക്കത്തെ ലഞ്ചിനായാലും കുഴപ്പമില്ല. എപ്പോഴും ചോറിനെ കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കഴിക്കാം. നല്ല ടേസ്റ്റിയാണ് ഇത്. അങ്ങനെ നൂഡിൽസൊക്കെ വേവിക്കുമ്പോൾ നല്ല വലിയ പാത്രത്തിൽ തന്നെ ഇട്ട് വേവിക്കണേ. അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. നൂഡിൽസ് വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഓയിൽ കൂടി അതിൽ ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നൂഡിൽസിൽ ഉപ്പ് പിടിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. നൂഡിൽസൊക്കെ നല്ലവണ്ണം വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട്. നൂഡിൽസ് ഒരു 10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. അധികം വെന്ത് പോയാൽ അടിഞ്ഞു പോകും. പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രത്യേകം ഇതുവരെ ഉണ്ടാക്കാത്തവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നൂഡിൽസ് വേവിക്കാൻ വെച്ചാൽ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കി വെന്തോന്ന് നോക്കണേ. ഒരു 3/4 വേവാകുമ്പോൾ എടുത്ത് മാറ്റി ഊറ്റി വെക്കണം.
മുക്കാൽ വേവിന് നമ്മൾ ഊറ്റി വെച്ചാൽ ബാക്കിയുള്ള വേവ് നമ്മളിതാ ഈ മസാലയിൽ നിന്നും നൂഡിൽസ് വെന്ത് കൊള്ളും. അപ്പോൾ നല്ല കറക്റ്റ് അളവിൽ വെന്ത് കിട്ടും. ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയത് കൊണ്ടാണ് നിങ്ങളോട് ഇത് പറഞ്ഞു തരുന്നത്. അങ്ങനെ നമ്മളെ ക്യാരറ്റും ക്യാപ്സിക്കവും എല്ലാം ഒക്കെ നല്ലവണ്ണം ഒന്ന് വെന്ത് വരട്ടെ. ആദ്യം തന്നെ പശു നെയ്യ് ഒഴിച്ച് ക്യാരറ്റാണ് നമ്മൾ വഴറ്റിയെടുത്തത്. ക്യാരറ്റൊക്കെ നല്ലവണ്ണം വാടി വന്ന ശേഷം മാത്രമേ നമ്മൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. രണ്ടും കൂടി വീണ്ടും നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഇതെങ്ങനെയായിരിക്കും. രണ്ടും കൂടി നല്ലവണ്ണം വെന്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് 1 സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, രുചിക്ക് ഒട്ടും കുറവൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അതിലേക്ക് ഇതാ പൊരിച്ച് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ താമസമുണ്ടാകും. വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഇത് വളരെ ഈസിയായ ഒരു റെസിപ്പിയാണ്, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ്. പിന്നെ നമ്മൾ അതിലേക്ക് വറുത്ത് വെച്ച മുട്ട കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് സോയാ സോസ് കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഒരു 1/2 സ്പൂണ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഉണ്ടാക്കുന്നത് നല്ല റെഡ് കളറാണ്. ഒരു കളർഫുള്ളൊക്കെ വേണ്ടേ. നമ്മൾ സാധാരണയായി വൈറ്റ് കളറാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ചിക്കൻ പൊരിക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. ഇത് വേറെ തന്നെ നല്ലൊരു ഫ്ലേവറും നല്ല കളറും ഒക്കെയുള്ള അടിപൊളി നൂഡിൽസാണ് ഇത്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണേ. പിന്നെ നിങ്ങൾ ആഴ്ചയിലോ ദിവസമോ ഇതുണ്ടാക്കി കഴിക്കാൻ നോക്കും. അങ്ങനെ മസാലയൊക്കെ നല്ല റെഡിയായി വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച നൂഡിൽസ് അതിലേക്ക് ചേർത്ത് കൊടുത്തു. കണ്ടോ, കറക്റ്റ് അളവിലാണ് വെന്തിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, കൂടുതൽ വേവാൻ പാടില്ല. നൂഡിൽസ് വെന്ത് പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മുക്കാൽ വേവിൽ തന്നെ എടുത്ത് ഊറ്റി മാറ്റണം. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ നിന്ന് വെന്ത് പോയെങ്കിൽ ഊറ്റി വെക്കുമ്പോൾ നല്ലവണ്ണം കഴുകി ഊറ്റി വെച്ചാൽ മതി. അപ്പോൾ കട്ട പിടിക്കാതെ ഇരിക്കും. ഇനി നൂഡിൽസും മസാലയും ഒക്കെ നല്ലവണ്ണം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണേ. എല്ലാ മസാലയും നൂഡിൽസിൽ നല്ലവണ്ണം പിടിച്ചിരിക്കണം, എന്നാലേ നൂഡിൽസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ പൊടിയായിട്ട് ചേർത്ത് കൊടുത്തത് പെപ്പർ പൗഡർ മാത്രമാണ്. അതും വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. എല്ലാം നല്ലവണ്ണം മിക്സായ ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുത്തിട്ടുണ്ട്. മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ ചെറിയ തീയിൽ ഒന്ന് മൂടി വെച്ച് അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണേ. വളരെ ചെറിയ തീയിൽ വെച്ചാൽ മതി. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ മൂടിയൊക്കെ തുറന്ന് വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ചൂടോടെ കഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ്. ഇനി നിങ്ങൾ അപ്പോൾ തന്നെ കഴിക്കുന്നില്ലെങ്കിൽ ഒരു ഹോട്ട് പോട്ടിൽ വിളമ്പി ചൂടോടെ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. തൽക്കാലം നമ്മൾ പോകുന്നു. ടാറ്റാ, ബൈ ബൈ.